നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിന്റെ 5-ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഈ ഈ ക്ലാസ്സിൽ പറയുന്നത് വാണിജ്യ സ്ഥാപനങ്ങളിലെയും സർക്കാരിൻ്റെയൊക്കെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എങ്ങനെയാണ് എന്നാണ്. സാധാരണഗതിയിൽ സർക്കാർ ഓഡിറ്റും വാണിജ്യ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിങ്ങിനും ചില വ്യത്യാസങ്ങളുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് അത് അവരുടെ പ്രവർത്തനം, ഉൽപാദനം, നിർമ്മാണം, ചരക്കുകളുടെ പരസ്പര കൈമാറ്റം എന്നിവയൊക്കെ നടത്തിയിട്ട് ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ സർക്കാർ കാര്യങ്ങൾ ലാഭമുണ്ടാക്കാനുള്ളതല്ല. അത് ശരിക്കും നമ്മളെ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സർക്കാർ സംവിധാനത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി സർക്കാർ സംവിധാനത്തിൽ എന്ന് പറയുന്നത് ശരിക്കും പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആവശ്യമായ ഫണ്ട് സമാഹരിക്കുക എന്നതാണ് സർക്കാർ അക്കൗണ്ടിങ്ങിന്റെ പൊതു തത്വവും രീതി. സർക്കാർ അക്കൗണ്ടിങ് നമ്മൾ ഇതിനു മുമ്പ് MOP ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. അതിനു മുമ്പ് ട്രഷറി കോഡിലും ഒക്കെ ഫിനാൻഷ്യൽ കോഡിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അക്കൗണ്ടിങ് കാര്യക്ഷമം ഫലപ്രദമായി നടത്താൻ വേണ്ടിയിട്ട് ഒരു 5 ടയർ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 5 ടയർ സിസ്റ്റം. ആ 5 ടയർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഈ 5 ടയർ സിസ്റ്റം. അത് പല പേപ്പറുകളിലും ഈ 5 ടയർ സിസ്റ്റം വരുന്നുണ്ട്. നമ്മളത് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അതിൽ ഒന്നാമത്തത് സെക്ടറാണ്. സെക്ടർ. രണ്ടാമത്തത് മേജർ ഹെഡാണ്. മൂന്നാമത്തത് മൈനർ ഹെഡാണ്. 4 സബ് ഹെഡ്. 5 ഡീറ്റെയിൽഡ് ഹെഡ്. ഒരിക്കൽ കൂടി: സെക്ടർ, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്. ഇത്രയുമാണ് ആ 5 ടയർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ 5 ടയർ സിസ്റ്റത്തിലാണ് സർക്കാർ അക്കൗണ്ടിങ് ഏറ്റവും ഫലപ്രദമായിട്ട് നടത്തുന്നതിനുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഈ 5 ടയർ സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ 5 ടയർ സിസ്റ്റം ഞാനിവിടെ ഒന്നുകൂടി ഓരോന്നെടുത്ത് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ സെക്ടർ, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്, ഇത്രയുമാണ് ഈ 5 ടയർ ക്ലാസിഫിക്കേഷൻ. അതിൽ സെക്ടർ എന്ന് പറയുന്നത് സർക്കാർ ശരിക്കും ഏതു മേഖലയിലാണ് ചെലവഴിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് സെക്ടർ. സർക്കാർ ഏതു മേഖലയിലാണ് ചെലവഴിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് സെക്ടർ. ഉദാഹരണത്തിന് അതിനൊരു എക്സാമ്പിൾ പറയാം. സെക്ടറിന് പൊതുസേവനം അല്ലെങ്കിൽ സാമൂഹ്യ സേവനം, ഇതൊക്കെ ഒരു സെക്ടറാണ്. പൊതുസേവനം, സാമൂഹ്യ സേവനം എന്നിങ്ങനെ സർക്കാർ ചെലവഴിക്കുന്ന മേഖല, ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് സെക്ടർ എന്ന വിഭാഗത്തിൽ പെടുത്താം. ഇനി രണ്ടാമത് വരുന്നതാണ് മേജർ ഹെഡ്. ഈ മേജർ ഹെഡിൽ വരുന്നത് ഈ അക്കൗണ്ടിങ്ങിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കണം. അക്കൗണ്ടിങ് എപ്പോഴും എന്താ, ചെലവ് ചെയ്യുമ്പോഴാണ് അക്കൗണ്ടിങ് വരുന്നത്. ചെലവിന്റെ പ്രധാന ഉദ്ദേശം വ്യക്തമാക്കുന്നു മേജർ ഹെഡിൽ. നമുക്ക് ഈ സെക്ടറിൽ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് വന്നു, അത് ചെലവിന്റെ പ്രധാന ഉദ്ദേശം വ്യക്തമാക്കുകയാണ്. അപ്പോൾ ആ അത് ശരിക്കും അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊക്കെ മേജർ ഹെഡിൽ വരുന്നതാണ്. കൂടുതൽ പറയില്ല. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളാണ്. അത് കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്തു. അപ്പോൾ ചെലവിന്റെ പ്രധാന ഉദ്ദേശം അവിടെ വ്യക്തമാക്കുകയാണ് മേജർ ഹെഡിൽ. ഇനി മൈനർ ഹെഡിലേക്ക് പോവുകയാണ് നമ്മൾ. മൈനർ ഹെഡിലേക്ക് പോയാൽ ഈ വിഭാഗങ്ങളിലെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ മേജർ ഹെഡിലെ ഉപവിഭാഗത്തെ സൂചിപ്പിക്കുന്നു. മേജർ ഹെഡിലെ ഉപവിഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ് മൈനർ ഹെഡ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ മേജർ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസം എടുത്തിരിക്കുന്നു. മേജർ ഹെഡ് വിദ്യാഭ്യാസം. അതിൻ്റെ മൈനർ ഹെഡ് എന്ന് പറയുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസം എടുത്തു.
പ്രൈമറി വിദ്യാഭ്യാസം അല്ല, സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ് കുറച്ചുകൂടെ. സെക്കൻഡറി വിദ്യാഭ്യാസമാണ് നമ്മൾ എടുത്തിരിക്കുന്ന ചെലവ് ചെയ്തിരിക്കുന്ന മൈനർ ഹെഡ്. അപ്പോൾ മേജർ ഹെഡിൽ നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് ചെലവ് ചെയ്തിട്ടുണ്ട്, ചെലവാക്കുന്നു. മൈനർ ഹെഡിൽ ആ വിദ്യാഭ്യാസത്തിൽ എവിടെയാണെന്ന് പറയുന്നു, സെക്കൻഡറി വിദ്യാഭ്യാസത്തിലാണെന്ന് പറയുന്നു. ഇനി വരുന്നത് സബ് ഹെഡാണ്. സബ് ഹെഡ് എന്ന് പറയുമ്പോൾ പദ്ധതികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ തിരിച്ചറിയുന്നു. അപ്പം നമ്മൾ പദ്ധതികളെയോ സ്ഥാപനങ്ങളെയോ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സബ് ഹെഡ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സെക്കൻഡറി വിദ്യാഭ്യാസം എയ്ഡഡ് മേഖലയിലുണ്ട്, ഗവൺമെന്റ് മേഖലയിലൊക്കെ സെക്കൻഡറി വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. അതിലെ മൈനർ ഹെഡ് എന്ന് പറയുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ സബ് ഹെഡ് എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകൾ എന്നെടുത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ഓർമ്മിക്കുക, മേജർ ഹെഡിൽ നമ്മൾ മേജർ ഹെഡിൽ നമ്മൾ വിദ്യാഭ്യാസം എടുത്തു, മൈനർ ഹെഡിൽ കുറച്ചുകൂടെ സ്പെസിഫൈ സെക്കൻഡറി വിദ്യാഭ്യാസം എടുത്തു, സബ് ഹെഡിൽ അത് സർക്കാർ സ്കൂളുകൾ എന്ന സ്ഥാപനങ്ങളെ തിരിച്ചറിയുന്ന വിഭാഗമായിട്ട് സബ് ഹെഡ് മാറി. ഇനി നമുക്കുള്ളത് അഞ്ചാമത്തതാണ് ഡീറ്റെയിൽഡ് ഹെഡ്. അപ്പൊ ഡീറ്റെയിൽഡ് ഹെഡ് എന്ന് പറയുന്നത് ഈ പണം എന്തിനു വേണ്ടിയാണ് ചെലവാക്കുന്നത് എന്ന് വ്യക്തമാക്കും. പണം എന്തിനു വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഡീറ്റെയിൽഡ് ഹെഡ്. അപ്പൊ ഇവിടെ ഉദാഹരണ സഹിതം പറഞ്ഞാല് പിന്നെ അതിൽ വേണമെങ്കിൽ ശമ്പളം, കെട്ടിടം പണിയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാം. അപ്പോ ഇതാണ് ശമ്പളം, കെട്ടിടം പണി. അത് നമുക്ക് ആ ഡീറ്റെയിൽ ഹെഡിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യത്തേതിൽ പറയുന്നു എന്ത്, മേജർ ഹെഡിൽ വിദ്യാഭ്യാസം പറഞ്ഞു, മൈനർ ഹെഡിൽ സെക്കൻഡറി വിദ്യാഭ്യാസം പറഞ്ഞു, സബ് ഹെഡിൽ ആ സ്ഥാപനത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സർക്കാർ സ്കൂളുകൾ എന്ന് പറഞ്ഞു, ഡീറ്റെയിൽഡ് ഹെഡിൽ ആ പണം എന്തിനു വേണ്ടിയാ ചെലവാക്കുന്നത്. ഒരു ഉദാഹരണം, അവിടുത്തെ ശമ്പളം, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അല്ലെങ്കിൽ ഈ സർക്കാർ സ്കൂളുകളുടെ കെട്ടിടം പണി. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ എടുക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ചെലവ് എന്ന് സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി എടുക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ചെലവ് ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപക ശമ്പള വിതരണത്തെ വർഗീകരിക്കുകയാണ്, കാറ്റഗറൈസ് ചെയ്യാണ് നമ്മൾ. വിദ്യാഭ്യാസ വകുപ്പിൽ വരുന്ന ഒരു ചെലവ്, അതിൽ സർക്കാർ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ സാലറി, ശമ്പളം 5 ടയർ സിസ്റ്റത്തിലൂടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. അപ്പൊ അതിൽ ഒന്നാമത്തത് നമുക്ക് എന്താണ്, സെക്ടറാണ്. ഈ സെക്ടർ എന്ന് പറയുന്നത്, സർക്കാർ സ്കൂൾ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സേവനം എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ അവിടുത്തെ സെക്ടർ സാമൂഹ്യ സേവനമാണ്. മേജർ ഹെഡ് എന്ന് പറയുന്നത്, മേജർ ഹെഡിന് 4 സംഖ്യകൾ ഉണ്ടാവും. ഇവിടെ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ 2202 എന്ന് പറയുന്നതാണത്. അത് മേജർ ഹെഡ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നു, പൊതുവിദ്യാഭ്യാസം അഥവാ ജനറൽ എഡ്യൂക്കേഷൻ. അപ്പോ സെക്ടർ നമ്മൾ സാമൂഹ്യ സേവനം എന്ന് എടുത്തു. മേജർ ഹെഡ് അതിന് 4 അക്ക സംഖ്യയാണ് 2202 2202. ജനറൽ എഡ്യൂക്കേഷൻ ആണ് മേജർ ഹെഡ് അഥവാ പൊതുവിദ്യാഭ്യാസം. അതിന്റെ മൈനർ ഹെഡ് എന്ന് പറയുന്നത് 2 അക്കങ്ങളുള്ളത് 02. അതിന് നമ്മൾ സെക്കൻഡറി വിദ്യാഭ്യാസം എന്നെടുത്തു. ഇനി സബ് ഹെഡാണ്, അതിനും 2 അക്കമാണ് ഉള്ളത്, 01. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ, അതായത് സർക്കാർ സെക്കൻഡറി സ്കൂളുകളാണ് നമ്മൾ സബ് ഹെഡായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഡീറ്റെയിൽഡ് ഹെഡ് വീണ്ടും 2 അക്കങ്ങളാണ്, 01. അതിനെ നമ്മൾ ശമ്പളം എന്നെടുത്തിരിക്കുന്നു. അപ്പൊ ഈ വിദ്യാഭ്യാസത്തിലെ സെക്കൻഡറി സ്കൂളുകളിലെ സർക്കാർ സെക്കൻഡറി സ്കൂളുകളുടെ അധ്യാപകരുടെ ശമ്പളത്തിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് പറഞ്ഞ അനുസരിച്ച് 5 ടയർ സിസ്റ്റത്തിലെ 2202 -02 -01 -01 കഴിഞ്ഞു. അപ്പോൾ 2202 എന്ന് പറയുന്നത് ആദ്യത്തെ സെക്ടറാണ്. ആദ്യത്തെ ഈ സെക്ടറിന് സംഖ്യയില്ല. രണ്ടാമത്തത് ക്ലാസിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ആൾ തുടങ്ങുന്നത് മേജർ ഹെഡിലാണ്. ശരിക്കും അത് 4 അക്കങ്ങളുണ്ട്, അതാണ് 2202. മൈനർ ഹെഡാണ് 02, സബ് ഹെഡാണ് 01. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഡീറ്റെയിൽഡ് ഹെഡും 01 ആണ്.
അപ്പൊ ഈ രീതി അതിനാണ് നമ്മൾ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രഷറി ചലാനുകളിലൊക്കെ നമ്മൾ ഹെഡ് ഓഫ് അക്കൗണ്ട് എഴുതാറുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ശമ്പളത്തിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലെ ശമ്പളത്തിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് 22.02.02.01.01 എന്നായി. അത് 22.02 എന്ന് പറയുന്നത് മേജർ ഹെഡാണ്, 02 എന്ന് പറയുന്നത് മൈനർ ഹെഡാണ്, 01 എന്ന് പറയുന്നത് സബ് ഹെഡാണ്, 0 വീണ്ടും 01 അത് ഡീറ്റെയിൽഡ് ഹെഡാണ്. അപ്പൊ ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി വീണ്ടും അതിലൊരു എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. നമ്മൾ ഈ സെക്ടർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ബജറ്റിന്റെ മൊത്തത്തിലുള്ള ദിശ മനസ്സിലാക്കാൻ സെക്ടർ സഹായിക്കും. എന്നാൽ മേജർ ഹെഡ് ഏത് വകുപ്പാണ് പണം ചെലവാക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സഹായിക്കും. മേജർ ഹെഡിന് ഏത് വകുപ്പാണ്, ഒരുപാട് വകുപ്പുകൾ ഉണ്ടല്ലോ, സർക്കാർ വകുപ്പുകൾ, അതിൽ ഏത് വകുപ്പാണ് പണം ചെലവാക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി എന്ത് സഹായിക്കും, മേജർ ഹെഡ് സഹായിക്കും. പിന്നെ വകുപ്പിനുള്ളിലെ ഏത് പ്രവർത്തനത്തിനാണ് പണം ചെലവാക്കുന്നതെന്ന് അറിയാനാണ് മൈനർ ഹെഡ്. പിന്നെ ഒരു പ്രത്യേക പദ്ധതിക്ക് കീഴിൽ എത്ര തുക ചെലവായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് സബ് ഹെഡ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ഹെഡിൽ ഏറ്റവും സൂക്ഷ്മമായ തലം, അത് ശമ്പളം, പിന്നെ TA, സാധനങ്ങൾ വാങ്ങല്, നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയവയിൽ എന്തിനാണ് പണം ഉപയോഗിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ഹെഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 5 തലങ്ങളിലൂടെയുള്ള ക്ലാസിഫിക്കേഷൻ വഴി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവാകുന്ന ഓരോ രൂപയും കൃത്യമായി ട്രാക്ക് ചെയ്യാനും ഓഡിറ്റിങ്ങിന് വിധേയമാക്കാനും സഹായിക്കുന്നു എന്നതാണ് ഈ 5 ടയർ സിസ്റ്റത്തിലുള്ള അക്കൗണ്ടിംഗ് സംവിധാനത്തിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി ഈ ഫിനാൻഷ്യൽ അടിസ്ഥാനത്തിലുള്ള സർക്കാർ അക്കൗണ്ടിന്റെ മുഖ്യ ഭാഗവും അതൊരു സിംഗിൾ എൻട്രി അക്കൗണ്ടിങ് എന്ന് പറയും. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. സിംഗിൾ എൻട്രി അക്കൗണ്ടിങ് ആണ് ശരിക്കും ഇത് സർക്കാർ അക്കൗണ്ടിന്റെ മുഖ്യ ഭാഗവും അങ്ങനെയാണ്. എന്നാൽ ബാങ്കുകൾ, നിക്ഷേപകൻ, വായ്പക്കാരൻ തുടങ്ങിയ നിലകളിൽ സർക്കാർ പ്രവർത്തിക്കുമ്പോൾ അത് പിന്നെ ദ്വിജാലകം, അതായത് സിംഗിൾ എൻട്രി അല്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി കൊമേഴ്സ്യൽ ഓഡിറ്റ്, ആ കൊമേഴ്സ്യൽ ഓഡിറ്റിന്റെ പ്രധാന രീതികളാണ് നമ്മൾ പറയുന്നത്. കൊമേഴ്സ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വാണിജ്യ ഓഡിറ്റ്. അത് ചെലവ് അനുവദിക്കുകയും പണം സ്വീകരിക്കുകയും നൽകുകയും ബാധ്യത വരുത്തുകയും ചെയ്യാൻ ഉൾപ്പെടെ ചുമതലപ്പെട്ട അധികാരിയുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ തിട്ടപ്പെടുത്തും ആ ഓഡിറ്റിൽ. രണ്ടാമത് കൊമേഴ്സ്യൽ ഓഡിറ്റിൽ ആ സ്ഥാപനത്തിൽ തുടരുന്ന അക്കൗണ്ടിംഗ് സംവിധാനം എങ്ങനെയെന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടെയുള്ള ആ വാണിജ്യ സ്ഥാപനത്തിന്റെ യഥാർത്ഥ പ്രമാണങ്ങളുടെയും കണക്ക് പുസ്തകങ്ങളുടെയൊക്കെ കൃത്യത പരിശോധിക്കുക. പിന്നെ എല്ലാ ഇടപാടുകളും, ആ സ്ഥാപനത്തിന്റെ എല്ലാ ഇടപാടുകളും ഡയറക്ടർമാരുടെ യോഗ തീരുമാനത്തിന്റെ മിൻസ് പ്രകാരമാണോ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് നോക്കുക. പിന്നെ അക്കൗണ്ടുകൾ സമാഹരിക്കുക, ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കുക. മറ്റൊന്ന് ഈ കൊമേഴ്സ്യൽ അക്കൗണ്ടിലുള്ളത് അതിന്റെ സ്റ്റോക്ക് എടുപ്പ് നടത്തണം, കൈവശമുള്ള വസ്തുക്കളുടെ വില നിർണ്ണയവും നടത്തണം അവിടെ. പിന്നെ അവസാനം നമുക്ക് ഈ കൊമേഴ്സ്യൽ അക്കൗണ്ടിങ്ങിൽ സാമ്പത്തിക ഫലം, ഫിനാൻഷ്യൽ റിസൾട്ട് എന്താണെന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് ഈ ഓഡിറ്റേഴ്സ് തയ്യാറാക്കേണ്ടതുണ്ട്. എന്നാൽ സർക്കാർ ഓഡിറ്റിങ്ങിൽ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, ചെലവിനായിട്ട് പണം വിനിയോഗിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ചുമതലപ്പെടുത്തിയതിനനുസരിച്ചുള്ള വ്യവസ്ഥകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഈ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് പണം വിനിയോഗിച്ചത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ നമ്മളൊരു പണം കൊടുക്കുമ്പോൾ, സർക്കാർ വകുപ്പിൽ നിന്ന് ഒരു പണം കൊടുക്കുമ്പോൾ അത് അർഹനായിട്ട വ്യക്തിക്കാണോ കൊടുത്തത്, അല്ല അതിന് പിന്നീട് മറ്റൊരു അവകാശി വരുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. മറ്റൊന്ന്, സർക്കാർ ഓഡിറ്റുകളിൽ ഓഡിറ്റ് പ്രകാരം തിരിച്ചു പിടിക്കേണ്ടുന്ന തുക കൃത്യമായി തിരിച്ചു പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് അങ്ങനെ തിരിച്ചു പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണക്കിൽ വരവ് വെച്ചിട്ടുണ്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മൾ സർക്കാർ ഓഡിറ്റിൽ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഇനി കൊമേഴ്സ്യൽ ഓഡിറ്റിങ്ങിന്റെ ഒരു എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക നിലയെക്കുറിച്ച് സ്വതന്ത്രമായ അവലോകനം നടത്തിയ ശേഷം സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും പ്രവർത്തന ഫലവും സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്.
രണ്ട്, വെട്ടിപ്പ് കണ്ടെത്തലും അത് തടയലുമാണ് ഈ കൊമേഴ്സ്യൽ ഓഡിറ്റിങ്ങിന്റെ മറ്റൊരു ലക്ഷ്യം. മറ്റൊന്ന് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തലും തടയലും. മറ്റൊന്ന് അടിസ്ഥാന തത്വങ്ങളിലെ തകരാറുകൾ കണ്ടെത്തലും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കലുമാണ്. ഇനി ഈ സർക്കാർ അക്കൗണ്ടുകളുടെ സ്ട്രക്ചർ, ഘടന എന്ന് പറയുന്നത് ആ, 3 വിഭാഗങ്ങളിലായിട്ടാണ് സർക്കാർ അക്കൗണ്ടുകൾ ശരിക്കും സൂക്ഷിക്കുന്നത്. അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാം. ഒന്ന്, കൺസോളിഡേറ്റഡ് ഫണ്ട്. 2, കണ്ടിൻജൻസി ഫണ്ട്. 3, പബ്ലിക് ഫണ്ട്. ഈ 3 വിഭാഗങ്ങളിലായിട്ടാണ് സർക്കാർ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇനി അക്കൗണ്ടുകളുടെ തരംതിരിക്കലിന്റെ പ്രധാന യൂണിറ്റാണ് മേജർ ഹെഡ്. മേജർ ഹെഡിലാണ് സെക്ടർ നമുക്കുണ്ടെങ്കിലും മേജർ ഹെഡിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതൊരു 4 അക്ക സംഖ്യ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, 2202 അല്ലേ? അപ്പോൾ പിന്നെ മേജർ ഹെഡിനെ വ്യത്യസ്ത താഴ്ന്ന ഹെഡുകളിലായി മൈനർ ഹെഡുകളായി തരംതിരിക്കുന്നു. പിന്നെ അത് പിന്നീട് മൈനർ ഹെഡ് അതിൻ്റെ അവസാനം നമ്മൾ എന്തായി എത്തുന്നു? ഡീറ്റെയിൽഡ് ഹെഡിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ രീതി, ഇങ്ങനെ ഹെഡ് ഓഫ് അക്കൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ മേജർ ഹെഡിൽ അനുസരിച്ച്, മേജർ ഹെഡിൽ 4 അക്ക അറബിക് സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സംഖ്യകൾ ഉണ്ടായിരിക്കും. തുടർന്ന് 2 അക്ക മേജർ ഹെഡ്, സബ് മേജർ ഹെഡ്, അല്ലെങ്കിൽ നമുക്കുള്ള ഏത് ഹെഡാണ്? മേജർ ഹെഡ് കഴിഞ്ഞാൽ മൈനർ ഹെഡ്. തുടർന്ന് ആ മൈനർ ഹെഡും അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇപ്പോൾ ഇപ്പം നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ നമ്മൾ പറഞ്ഞു. ഇനി വൈദ്യശാസ്ത്രമാണെങ്കിൽ അതിൽ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പറയുമ്പോൾ എപ്പോഴും അതിൽ എൻ്റെ അവസാനം 0210, 2210, 4210, 6210 എന്നിങ്ങനെയാണ് ഈ പിന്നെ വൈദ്യശാസ്ത്രവും പൊതുജനാരോഗ്യത്തിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നെ മേജർ ഹെഡ് വരുന്നത്. അപ്പോൾ എല്ലാം അവസാനിക്കുന്നത് 210ലാണ്. അതാണ് അവിടെ ഒരു പ്രത്യേകത. എന്നാൽ ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ വരുമ്പോൾ എന്താണ്? 0202 എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നത് 202ലാണ്. അവസാനത്തെ 3 സംഖ്യയാണ് പ്രധാനമായിട്ടും നമുക്ക് അതിനെ തിരിച്ചറിയാൻ സഹായിക്കും. ഇപ്പൊ ഷിപ്പിങ്ങിൽ വന്നാൽ 052 അവസാനിക്കുക ഷിപ്പിംഗ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ മേജർ ഹെഡിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മേജർ ഹെഡിൽ 4 അക്കങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് മേജർ ഹെഡാണ്. പിന്നെ ശരിക്കും എന്താ പറയുന്നത്? അക്കൗണ്ടുകളുടെ തരംതിരിക്കലിന്റെ പ്രധാന യൂണിറ്റ് എന്ന് പറയുന്നത് മേജർ ഹെഡാണ്. ഇനി ഈ ബജറ്റ് എസ്റ്റിമേറ്റിലും സർക്കാർ അക്കൗണ്ടിലുമെല്ലാം മൂലധന ചെലവ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും ശരിക്കും എല്ലാം വേർതിരിച്ചിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അറ്റകുറ്റപ്പണികൾക്കും മറ്റു പ്രവൃത്തി ചെലവിനുമുള്ള തുക റവന്യൂ അക്കൗണ്ടിൽ നിന്നാണ് ശരിക്കും വിനിയോഗിക്കേണ്ടത്. പ്രകൃതിക്ഷോഭം തുടങ്ങിയ കാരണങ്ങളാൽ നാശം സംഭവിക്കുകയാണെങ്കിൽ സർക്കാർ തീരുമാനപ്രകാരം അറ്റകുറ്റപ്പണിക്കും മറ്റുമുള്ള ചെലവ് മൂലധന നിക്ഷേപ, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലോ റവന്യൂ എക്സ്പെൻഡിച്ചറിലോ നമുക്ക് പെടുത്താവുന്നതാണ്. ഏത്? പ്രകൃതിക്ഷോഭം തുടങ്ങിയ കാരണങ്ങളാൽ നാശം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണിക്കും മറ്റുള്ള ചെലവ് അതിലേതിലെങ്കിലും ഒന്ന് ഉൾപ്പെടുത്താവുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഇതിനോടനുബന്ധിച്ച് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ നോക്കാം. അത് കഴിഞ്ഞ് വീണ്ടും വിശദമായി കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്, കുറെ കൂടുതലുണ്ട് ചോദ്യങ്ങൾ. നോക്കാം. സർക്കാർ അക്കൗണ്ടുകളുടെ, ശ്രദ്ധിച്ചു കേൾക്കണേ, ക്ലാസിഫിക്കേഷനിലെ പ്രധാന ഘടകം ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞതാണ് ക്വസ്റ്റ്യൻ. സർക്കാർ അക്കൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷനിലെ, വർഗീകരണത്തിലെ പ്രധാന ഘടകം അല്ലെങ്കിൽ മെയിൻ യൂണിറ്റ് ഏതാണ്? നമുക്കറിയാം ഈ 5 എണ്ണത്തിൽ ഏതാണ്? അത് മേജർ ഹെഡാണ്. ഇത് മേജർ ഹെഡാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 1987 ഏപ്രിൽ മുതൽ നിലവിൽ വന്ന പരിഷ്കരിച്ച കോഡിംഗ് രീതി പ്രകാരം
സബ് മേജർ ഹെഡുകൾക്ക് എത്ര അക്കങ്ങളുള്ള കോഡാണ് നൽകിയിരിക്കുന്നത്? മേജർ ഹെഡിന് 4 അക്കങ്ങളുള്ള കോഡാണ്. സബ് മേജർ ഹെഡിനോ? ഈ സബ് മേജർ ഹെഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? മേജർ ഹെഡിനും മൈനർ ഹെഡിനും ഇടയിലുള്ള ഒരു സംവിധാനമാണ് സബ് മേജർ ഹെഡ്. അതെല്ലാ കാര്യത്തിലും ഉണ്ടാവണമെന്നില്ല. ശരിക്കും 5 വിഭാഗത്തിൽ ഈ സബ് മേജർ ഹെഡ് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇങ്ങനെ ഒന്നുകൂടി ചിലയിടത്ത് കാണാറുണ്ട്, മേജർ ഹെഡിനും മൈനർ ഹെഡിനും ഇടയിൽ. അപ്പൊ അതിന്റെ എത്ര അക്കങ്ങളാണ് ഉള്ളത്? അപ്പൊ മേജർ ഹെഡിന് 4 അക്കങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. സബ് മേജർ ഹെഡിങ്ങിന് 2 അക്കങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ട ഫോമുകൾ നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ്? അപ്പൊ അക്കൗണ്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ അക്കൗണ്ട് സൂക്ഷിക്കാനുള്ള അധികാരം കാലങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഫോമുകൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ അതിനുള്ള അധികാരം ആർക്കാണ് എന്നാണ് ചോദ്യം. അത് കൺട്രോളർ ആൻഡ് അക്കൗണ്ട് ഓഡിറ്റർ ജനറൽ അല്ല CAG ഉപദേശപ്രകാരം ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ് അതിനുള്ള അധികാരം. CAG ഉപദേശപ്രകാരമാണ് ഇത് ഫോമുകൾ, അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ട ഫോമുകൾ നിർണ്ണയിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് CAG ഉപദേശപ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ്. അടുത്ത ചോദ്യം, പബ്ലിക് വർക്ക്സ് എന്ന വിഭാഗത്തിൽ റവന്യൂ അക്കൗണ്ടിലെ റെസീറ്റ് ഹെഡ് 0059 ആണ് എങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ചെലവ് ഹെഡുകളിൽ ഇതിന്റെ മേജർ ഹെഡ് കോഡ് ഏതാണ്? അപ്പോൾ 0059 തന്നെയാണ് വരുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത് 4059 ആണ്. എന്തായാലും പിന്നെ 059 തന്നെ അവസാനിക്കുന്നത് നിർബന്ധമാണ്. അപ്പോൾ റവന്യൂ അക്കൗണ്ടിലെ റെസീറ്റ് ഹെഡ് 0059 ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലെ എക്സ്പെൻഡിച്ചർ ഹെഡുകളിൽ അതിൻ്റെ മേജർ കോഡ് എന്ന് പറയുന്നത് 4059 ആണ്. അതിനൊരു എക്സ്പ്ലനേഷൻ എന്തായാലും വേണം. ഞാൻ അത് ഡീറ്റെയിൽ നോക്കട്ടെ, അത് അവസാനം എക്സ്പ്ലനേഷൻ തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കാർ അക്കൗണ്ടുകളിലെ ഇടപാടുകളുടെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായും എന്തിനെ അടിസ്ഥാനമാക്കിയിരിക്കണം? ആ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്തിനെയാണ്? അത് സർക്കാരിൻ്റെ ആൻസർ എന്താണ്? സർക്കാരിൻ്റെ പ്രവർത്തനം, സർക്കാരിൻ്റെ പരിപാടി, സർക്കാരിൻ്റെ പ്രവൃത്തി, അതായത് ഫങ്ഷൻ, പ്രോഗ്രാം, ആക്ടിവിറ്റി ഓഫ് ഗവൺമെൻറ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം ഈ സർക്കാർ അക്കൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സർക്കാർ അക്കൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും സർക്കാരിൻ്റെ പ്രവർത്തനം, പരിപാടി, പ്രവൃത്തി, അതായത് ഫങ്ഷൻ, പ്രോഗ്രാം ആൻഡ് ആക്ടിവിറ്റി ഓഫ് ഗവൺമെൻറ്. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ അക്കൗണ്ടിംഗ് മേഖലയിലെ വാർഷിക അക്കൗണ്ടുകൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സർക്കാർ അക്കൗണ്ടിംഗ് മേഖലയിലെ വാർഷിക അക്കൗണ്ടുകൾ, അത് ആ വാർഷിക അക്കൗണ്ടുകൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു വെച്ചാൽ ആ വർഷത്തെ സർക്കാരിൻ്റെ സാമ്പത്തിക ഭരണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റുവാർഡ്ഷിപ്പ് സംബന്ധിച്ച കൃത്യവും നീതിയുക്തമായുള്ള കാഴ്ചപ്പാടാണ് ഈ വാർഷിക അക്കൗണ്ടുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ സർക്കാരുകളും എത്രത്തോളം തലത്തിൽ വരെ ഏകീകൃതമായ ഒരു യൂണിഫോം ക്ലാസിഫിക്കേഷൻ പാലിക്കണം? ഏത് തലം വരെ യൂണിഫോം ക്ലാസിഫിക്കേഷൻ പാലിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മൈനർ ഹെഡ് വരെ യൂണിഫോം ക്ലാസിഫിക്കേഷൻ ആയിരിക്കണം. എല്ലാ സർക്കാരുകളും, ചോദ്യം ഇതാണ് ഒരിക്കൽ കൂടി, എല്ലാ സർക്കാരുകളും എത്രത്തോളം തലത്തിൽ ഏതുവരെയുള്ള ലെവലിൽ വരെ ഒരു യൂണിഫോം ക്ലാസിഫിക്കേഷൻ അഥവാ ഏകീകൃതമായ വർഗീകരണം പാലിക്കേണ്ടതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ മൈനർ ഹെഡ് വരെയാണ് ഇത്തരത്തിൽ നിർബന്ധമായിട്ടും ഒരു യൂണിഫോം ക്ലാസിഫിക്കേഷൻ പാലിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സർക്കാർ അക്കൗണ്ട് സമ്പ്രദായത്തിന്റെ ഏറ്റവും പ്രത്യേകതയാർന്ന സവിശേഷത എന്താണ്? ഇന്ത്യയിലെ സർക്കാർ അക്കൗണ്ട് സമ്പ്രദായത്തിന്റെ ഏറ്റവും സവിശേഷതയാർന്ന പ്രത്യേകത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ സർക്കാരിൻ്റെ വരവ്, ചെലവ് എന്നീ
റെസീറ്റ് ആൻഡ് എക്സ്പെൻസ് എന്നീ ഇടപാടുകൾ വളരെ വിശദമായി വേർതിരിച്ച് തരംതിരിച്ചിരിക്കുന്നു എന്നതാണ് ഉത്തരം. അപ്പോൾ ഇന്ത്യയിലെ സർക്കാർ അക്കൗണ്ട് സമ്പ്രദായത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയാർന്ന ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, സർക്കാരിൻ്റെ വരവും ചെലവ് എന്നീ ഇടപാടുകൾ, വരവ് ചെലവ് എന്നീ ഇടപാടുകൾ വളരെ വിശദമായി വേർതിരിച്ച് തരംതിരിച്ചിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, വീഡിയോയുടെ സമയം അധികം മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ അവസാനിപ്പിച്ച് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യും. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.